നമസ്കാരം. ചുരിക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. ദേശീയപാത വികസനത്തിന്റെ പേരിൽ പകൽക്കൊള്ള നടത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനം കൊണ്ട് ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന വാഗാട് കമ്പനിയെ ദേശീയപാത നിർമ്മാണത്തിൽ നിന്നും പിൻവലിച്ച് നാടിനെ രക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പയ്യോളി ബ്ലോക്ക് കമ്മിറ്റി ബഹുജന ഉപവാസ സമരം സംഘടിപ്പിച്ചു. പയ്യോളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി കെ.ടി. വിനോദൻ അധ്യക്ഷനായി. ഷാഫി പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. പ്രവീൺകുമാർ, മഠത്തിൽ നാണു മാസ്റ്റർ, സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നീ പ്രമുഖർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിന്റെ മുഖ്യാതിഥിയായിരുന്നു ബഹുമാനായ ശ്രീ N. സുബ്രഹ്മണ്യൻ, രാഷ്ട്രീയകാര്യ അംഗം. അദ്ദേഹത്തിന്റെ ഈ കൂട്ട ഉപവാസത്തിൽ ആ ഉപവാസത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ ബഹുമാനും ആദരണീയനുമായ നമ്മുടെ രാഷ്ട്രീയകാര്യ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായിട്ടുള്ള ബഹുമാന ശ്രീ N. സുബ്രഹ്മണ്യൻ അവരുടെ ആദരവ് ക്ഷണിക്കുന്നു. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന KPCC മെമ്പർമാരായ പ്രിയപ്പെട്ട ശ്രീ മഠത്തിൽ നാണു മാസ്റ്റർ, ശ്രീ കെ. രാമചന്ദ്രൻ മാസ്റ്റർ, മറ്റു വേദിയിലെ ഏറെ പ്രിയങ്കരായ നേതാക്കന്മാരെ, ഒരു സുദീർഘമായ പ്രസംഗത്തിന് ഉള്ളൊരു വേദിയല്ല. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം എല്ലാ പ്രദേശങ്ങളിലും യാത്ര ചെയ്യാൻ സാധിച്ച ഒരാളാണ് ഞാൻ. എന്നാൽ ഒരിടത്തും കാണാത്തത്ര വലിയ ദുരിതമാണ് നമ്പി മുതൽ മൂരാട് വരെയുള്ള ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. മറ്റൊരു മേഖലയിലും ഇതേപോലെ ദുരിതപൂർണമായ ഒരു യാത്രാ അനുഭവം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. മറ്റെല്ലായിടത്തും സർവീസ് റോഡുകളൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതേപോലെ മേൽപ്പാലങ്ങളുടെ നിർമ്മാണവും ഇതുപോലെ ഇതിനേക്കാൾ തിരക്ക് കൂടിയ ചെറുപട്ടണങ്ങളിലൂടെ ഈ പാത കടന്നു പോകുന്നിടത്തൊന്നും ഇത്ര വലിയ ദുരിതം നമുക്ക് കാണാൻ സാധ്യമല്ല. പക്ഷേ ഇവിടെ വലിയ തോതിലുള്ള ദുരിതം യാത്രക്കാർ അനുഭവിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്നിപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ റോഡിന്റെ മുഴുവൻ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനും ദേശീയപാത അതോറിറ്റിക്കും കേന്ദ്രത്തിലെ ഉപരിതല ഗതാഗത വകുപ്പിനുമാണ് എന്ന് പറയുകയാണ്. ഈ റോഡിന്റെ തകർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടത് ഇതൊക്കെ കേരളത്തിലെ വലിയ നേട്ടമായി ചിത്രീകരിച്ച് റോഡുകളിൽ എല്ലായിടത്തും പരിശോധന നടത്തി റീലുകൾ സോഷ്യൽ മീഡിയ വഴി പ്രദർശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ നമ്മളിപ്പോ കാണുന്നില്ല. ഇതൊക്കെ തങ്ങളുടെ നേട്ടമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിന്റെ പേര് ചെറുങ്ങനെ മാറ്റിയിട്ടെന്താണ് കുഴിമന്ത്രി എന്നാ പറയുന്നത്. പൊതുമരാമത്ത് മന്ത്രിയല്ല അല്ലെ, കുഴിമന്ത്രിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കുഴിമന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് രണ്ടപ്പേര് കിട്ടിയിട്ടുണ്ട്, കുഴിമന്ത്രിയാണ്. ആ കുഴിമന്ത്രിയെ നമ്മളിപ്പോ കാണുന്നില്ല. അപ്പൊ ദേശീയപാതയുടെ തകർച്ച ആരംഭിച്ചപ്പോ
ഇത് വളരെ അശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ട ഒരു റോഡാണ് എന്നുള്ളത് ദിനംപ്രതി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ പറയും തെങ്ങിനും കമുങ്ങിനും ഒരേ തണുപ്പുണ്ട്. അതുപോലെയാണ് ഉത്തരേന്ത്യയിൽ ഇവിടെ ഒരേപോലെയാണ്. കേരളത്തിൽ വലിയ തോതിൽ മഴക്കാലത്ത് മഴ പെയ്യുന്നുണ്ടെന്നും ആ മഴകളൊക്കെ കഠിനമായ മഴ കൊണ്ട് കേരളത്തിലെ റോഡുകൾ താറുമാറാകാൻ സാധ്യതയുണ്ടെന്നും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കേരളത്തിന്റെ മണ്ണിന്റെ ഘടനാപരമായ പരിശോധന പൂർത്തിയാക്കിക്കൊണ്ട് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കേണ്ടത്. അത് ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കിയ അതേ മോഡലാണ് കേരളത്തിൽ. മഴ തീരെ ഇല്ലാത്ത ഉത്തരേന്ത്യയിലും കഠിനമായ മഴ പെയ്യുന്ന കേരളത്തിലും ഒരേ അലൈൻമെന്റ് ആണ് ഇന്ന്, ഒരേ നിർമ്മാണ രീതിയാണ്, ഒരു നിർമ്മാണ വസ്തുക്കളാണ് ഇതിൽ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപാകതയായി നമുക്കിപ്പോ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. കേരളം എല്ലാത്തിലും ഒന്നാം നമ്പറാണെന്നാണ് പറയുന്നത്. കേരളത്തിൽ ഒന്നാം നമ്പർ ആരോഗ്യ മേഖല നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം നമ്പർ ആരോഗ്യം, ഇന്ത്യക്ക് മാതൃകയായ ലോകോത്തര നിലവാരമുള്ള കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയപ്പെടുന്ന ആരോഗ്യ മേഖല ഇതുപോലെ ഇപ്പൊ തകർന്നടിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഈ ആരോഗ്യ മേഖലയുടെ മെച്ചം കൊണ്ട് ഇന്ന് പുലർച്ചെ കേരളത്തിലെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയി. എന്നാ പോയത്? ഇന്ന് പുലർച്ചെ കേരളത്തിലെ ആരോഗ്യ മേഖല ഒന്നാം നമ്പറാണ്. ലോകോത്തര നിലവാരമുള്ള ചികിത്സയാണ് കേരളത്തിൽ കിട്ടുന്നത് എന്ന് അവകാശപ്പെടുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റ് നയിക്കുന്ന മുഖ്യമന്ത്രി ഇന്ന് പാതിര 4 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് എമിറേറ്റിന്റെ വിമാനത്തിൽ അമേരിക്കയിലെ മായോ ക്ലിനിക്കിൽ ചികിത്സക്ക് പോയി. ഇതെന്താണ്? ഇവിടെ കിട്ടൂലേ? ലോകോത്തര നിലവാരമാണ്. പിന്നെ ഇവിടെ പോരെ, അമേരിക്കയിൽ പോണം. ആ പോണത് ആളെ കാശുകൊണ്ടാണ്. ഭാര്യ, മകള്, മകന്റെ മകള്, വീട്ടിലെ പട്ടിക്കുട്ടി ഒഴികളെല്ലാം പോയി കിട്ടും. കേട്ടതങ്ങനെ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ഒന്നായതാണ്. വിമാനം എമിറേറ്റ്സ് ആണ്. ഫസ്റ്റ് ക്ലാസ്സിലായ യാത്ര. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഫസ്റ്റ് ക്ലാസ്സിൽ എത്ര വേണം? ഒരാൾക്ക് പോയി വരാൻ 25 ലക്ഷമാണ്. ഭാര്യക്കും മകൾക്കും മകളുടെ മകനും ഭർത്താവ് കുഴിമന്ത്രി കൊണ്ടുണ്ട് അയാൾക്കും മകന് വേണമെങ്കിൽ അയാൾക്കും എല്ലാം കൂടി 1.5 കോടി 2 കോടി റുപ്യ വിമാനക്കൂലി മാത്രം വെച്ചു. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങളിപ്പോ മേക്ക് മൈ ട്രിപ്പോ അല്ലെങ്കിൽ ബുക്ക് മൈ എന്നൊക്കെ പറയുന്ന കുറെ ആപ്പുകൾ ഉണ്ടായി, ഒന്ന് അടിച്ചു നോക്കിയത്. ഫസ്റ്റ് ക്ലാസ്സിൽ തിരുവനന്തപുരത്ത് നിന്ന് അമേരിക്കയിലെ മായോ ക്ലിനിക് സ്ഥിതി ചെയ്യുന്ന നഗരത്തിലേക്ക് വൺ വേ എത്ര വേണം? പോയി വരാൻ റൗണ്ട് ദ ട്രിപ്പ് എന്ന് പറയും 25 ലക്ഷം വേണം ഒരാൾ ഫസ്റ്റ് ക്ലാസ്സിൽ. 25 ലക്ഷം. അങ്ങനെ വീട് മുഴുവൻ കൂട്ടി എല്ലാം കുഞ്ഞുകുട്ടി പരാധീനങ്ങളായി പോവുക അമേരിക്കയിൽ ചികിത്സിക്കാൻ. എന്താ ചികിത്സ നമ്മളോട് പറഞ്ഞിട്ടില്ല. കേരളം ലോകോത്തര നിലവാരത്തിലാണെങ്കിൽ പിന്നെ ഇവിടെ ചികിത്സിക്കാൻ അങ്ങോട്ട് പോകണം. ഇവിടെ പോലെ ഇവിടുത്തെ ലോകോത്തര നിലവാരം നമ്മൾ കണ്ടല്ലോ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി പ്രൊഫസർ ഹാരിസ് പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന് വിഷമിപ്പിച്ചൊരു കാര്യം, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റിന്, ആ സ്റ്റുഡന്റിന് മൂത്രനാളത്തിൽ കല്ല് കുടുങ്ങി വേദന അനുഭവിച്ചുകൊണ്ട് ശസ്ത്രക്രിയക്ക് പോസ്റ്റ് ചെയ്തു. ശസ്ത്രക്രിയ തീരുമാനിച്ച ദിവസമാണ് ഇതിനുള്ള ഉപകരണം ഇല്ലാന്ന് മനസ്സിലായത്. സാധാരണ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ശസ്ത്രക്രിയ തീരുമാനിച്ചാൽ അവിടെ രോഗികൾ പിരിവിടും. ആ പിരിവിട്ട് ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ ഈ സാധനം കിട്ടുന്ന സ്ഥാപനങ്ങളെ ഫോൺ നമ്പറൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പല ആശുപത്രിയിലും. 4 ആൾക്ക് ശസ്ത്രക്രിയ ഉണ്ടെങ്കിൽ 4 ആൾ കൂടി പിരിവിട്ട് 50,000, 1 ലക്ഷമോ 2 ലക്ഷമോ
വില വരുന്ന ഉപകരണം വാങ്ങി ഡോക്ടറെ കയ്യിൽ കൊണ്ടു കൊടുത്താൽ ശസ്ത്രക്രിയ, ഇല്ലെങ്കിൽ ശസ്ത്രക്രിയല്ല. ഈ വേദന സഹിച്ച് ഈ പാവം മാസങ്ങളോളം, പയ്യോടി നിന്നൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകുന്ന ആളുകൾക്ക് അറിയാലോ, 2 മാസം 3 മാസം കഴിഞ്ഞിട്ടാണ് ഏറ്റവും വേഗം നടപ്പാക്കേണ്ട ചികിത്സയുടെ ഓപ്പറേഷന്റെ ഡേറ്റ് ഇപ്പൊ കിട്ടുന്നത്. 1 മാസം 2 മാസം കഴിഞ്ഞിട്ടാണ്. കേരളത്തിലെ ആരോഗ്യ മേഖല അതിന്റെ എല്ലാതരം ഗുണാംശങ്ങളും ചോർന്നുപോയി ഇന്ന് ആളുകൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത സ്ഥാപനങ്ങളായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹാരിസ് പറഞ്ഞത്, കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇതാണ് അവസ്ഥ. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഈ അടുത്ത അവസാനം ഇടിഞ്ഞു വീണത്. ഇടിഞ്ഞു വീണ് ഉടനെ 2 മന്ത്രിമാർ അവിടെ എത്തി 10 മിനിറ്റ് കൊണ്ട്. അവരാദ്യം പറഞ്ഞത് ഇതിനകത്ത് അപകടമില്ല, ഇതൊക്കെ ഒഴിവാക്കപ്പെട്ടതാണ്. കുറെ കഴിഞ്ഞപ്പോ ബിന്ദു എന്ന് പറയുന്ന ഒരു സഹോദരിയെ കാണുന്നില്ല എന്ന വിവരം വന്നപ്പോ പരിശോധിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ മന്ത്രിമാർക്ക് ഒരു വിവരം അത്രയാണ്. ഒരു സ്ഥലത്ത്, ഒരു അപകട സ്ഥലത്ത് വന്നാൽ ആദ്യം ഇവരെ എഴുതിട്ടല്ല, ഒന്നുമില്ല. ആ വന്ന ഉടനെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നെങ്കിൽ ആ പാവപ്പെട്ട 300 രൂപ ദിവസക്കൂലിക്ക് ജോലി ചെയ്ത് 2 കുട്ടികളെ വളർത്തി ഒരു കുട്ടിക്ക് ജോലി സമ്പാദിച്ച് ആ കുട്ടിയുടെ ആദ്യത്തെ ശമ്പളം വാങ്ങാനുള്ള കൗതുകത്തിൽ തന്റെ 2ാമത്തെ കുട്ടിക്ക് അസുഖം വന്നപ്പോ സൗജന്യ ചികിത്സ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് മെഡിക്കൽ കോളേജിൽ പോയതാണ് ആ സഹോദരി. അവരെ കാണുന്നില്ല എന്ന് പറഞ്ഞ അവസാനം പരിശോധിച്ചപ്പോ മൃതശരീരമാണ് കണ്ടുകിട്ടിയത്. 2 കൊല്ലക്കാലമായി ഒരു കെട്ടിടം പൂർത്തീകരിച്ച് അവിടെ ഉണ്ട്. 2 കൊല്ലക്കാലം. എന്താ കെട്ടിടത്തിലേക്ക് മാറാത്തത്? മുഖ്യമന്ത്രിക്ക് സൗകര്യമില്ല ഉദ്ഘാടനത്തിന് ദിവസം തീരുമാനിക്കാൻ. അതിനാണ്, താനല്ലാതൊന്നല്ല. ആ 2 വർഷക്കാലമായി കെട്ടിടം പൂർത്തീകരിച്ച കെട്ടിടത്തിനകത്തേക്ക് ഓഫീസുകൾ മാറ്റാത്തത് കൊണ്ട്, ശൗചാലയങ്ങൾ മാറ്റാത്തത് കൊണ്ട്, അവിടെ ഒരാശുപത്രിയിൽ പോകുമ്പോ ആ ആശുപത്രിയിൽ എത്തുന്ന പാവപ്പെട്ട സഹോദരിമാർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പൊളിഞ്ഞ കെട്ടിടത്ത് പോയത്. അല്ലേ? അങ്ങനെ പോവല്ലോ. ഇത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണോ പ്രാഥമിക സൗകര്യം? അത്യാവശ്യം വന്നാൽ കിട്ടണമെന്ന ആളുകൾ പോകും. അങ്ങനെ പോയി അപകടം ഉണ്ടായി. അത് മാത്രമാണോ? ചിറ്റൂർ മെഡിക്കൽ കോളേജ്, ചിറ്റൂർ കോളേജ് ഒരു താലൂക്ക് ആശുപത്രി, ഈ അടുത്ത ദിവസം നിങ്ങൾ വാർത്ത കണ്ടു. അവിടെ ചികിത്സിക്കാൻ പോയൊരു സഹോദരിയെ പാമ്പ് കടിച്ചു മരിച്ചുപോയി. അല്ലേ? പാമ്പ് മരിച്ചു. അപ്പുറത്ത് വന്ന കാരണം ചുറ്റുമതിലില്ല, നിറയെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അവിടെ ആളുകൾ ചികിത്സിക്കാൻ പോകുന്നത്. എറണാകുളത്തെ ജനറൽ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി വാർഡുള്ള ആശുപത്രിയാണ്. ഈ അടുത്ത ദിവസം ഒരു വാർത്ത വന്നു, അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ തിയേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന രോഗികളെ സ്ട്രക്ചറിൽ കിടത്തി കൊണ്ടുപോകുന്നത് വലിയ ഹമ്പ് കയറ്റിയിട്ടാണ്. എന്താണ് ഇത് സ്ഥിതി? ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന രോഗികളെ കൊണ്ടുപോകുന്നത് സ്ട്രക്ചറിലാണ്, അനങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് കുണ്ടും കുഴിയും നിറഞ്ഞ വരാന്തകളിലൂടെ, ഹമ്പുകളിലൂടെ, കുഴികളിലൂടെ അത് നികത്താൻ സാധിക്കുന്നില്ല. അത് ഒരു 10-25 ടയറിട്ട് അത് നന്നാക്കിയാൽ മതി. അത് സാധിക്കുന്നില്ല. ഉപകരണങ്ങളില്ല, ആശുപത്രിയിൽ മരുന്നുകളില്ല. ഇതാണ് 1-ാം നമ്പർ കേരളം.
റോഡിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. വിദ്യാഭ്യാസം വേറെ കാര്യങ്ങൾ ഞാനവിടെ പറയുന്നില്ല, പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയേണ്ടി വരും. അതുകൊണ്ടാണ് കേരളം കഴിഞ്ഞ 8-9 വർഷക്കാലം കൊണ്ട് എല്ലാ നേട്ടങ്ങളും ഇല്ലാതെയാക്കി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഇതിന് വലിയ കൊട്ടിഘോഷിച്ച് റീലുകൾ ഉണ്ടാക്കി തങ്ങളുടെ നേട്ടമാണ് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ കാണുന്നില്ല. അപ്പോ പാർട്ടി സെക്രട്ടറി എടുത്താലും പറയും, മുഖ്യമന്ത്രി എടുത്താലും പറയും, എല്ലാം കേന്ദ്രമാണ്. BJPക്കാർക്ക് വലിയൊരു ഗുണമായിരുന്നു അല്ലേ? അവർക്കതിനായിട്ട് ആരും പറയാനില്ല. ആദ്യം മുതൽ ഇത് തങ്ങളുടേതല്ല, ഇതിന്റെ അപാകതകൾ BJPയുടേതാണ് എന്ന് പറയേണ്ട ആളുകൾ അപ്പൊ ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്ത ആളുകൾ ആരാണ്? സെക്കൻഡ് കരാറുകാരനാണ്, ഉപകരാറാണ്. അദാനിക്ക് മെയിൻ കരാർ അല്ലെ? അയാളെ ലാഭം മുഴുവൻ എടുത്ത് ഇവർക്ക് സെക്കൻഡ് കരാർ കൊടുക്കും, ഉപകരാറാണ്. ആ ലാഭം കുറഞ്ഞ പ്രവൃത്തി ആയതുകൊണ്ടാണ് അങ്ങനെ വലിച്ചു നീട്ടുന്നത്. നേരിട്ട കരാറുകളല്ല, ഇതൊക്കെ ഉപകരാറാണ്. ആദ്യത്തെ കരാറിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപ അദാനി കൊണ്ടുപോയി. അദാനി കൊണ്ടുപോയപ്പോ അതിന്റെ ഷെയർ BJPയുടെ ബന്ധപ്പെട്ട എല്ലാ മന്ത്രിമാർക്കും കിട്ടിയിട്ടുണ്ട്, അല്ലെ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചോദ്യമല്ല. ഹൈദരാബാദിലെയും അതുപോലെ മറ്റു ഇടങ്ങളിലുമുള്ള കമ്പനികൾക്കെതിരെ ചോദ്യമുള്ളപ്പോ ഈ കമ്പനിക്കെതിരായിട്ട് ഒരു ചോദ്യമില്ല, കമ്പനിയോട് ചോദിക്കുന്നില്ല, മറുപടിയില്ല. ഒരു സംശയം വേണ്ടെന്ന് ചോദിക്കുകയില്ല. കാരണം അദാനിയുടെ കമ്പനിക്കാണ് ആദ്യത്തെ കരാർ എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇവിടെയൊക്കെ ഇരിക്കാൻ പോണ സാധനം ഇട്ടത് വാളല്ലേ? ഇതെങ്ങനെയാ നടു? ഇതിന്റെ സ്ഥിതി എന്താ? നടുവ് നോക്കി, ഇതിന്റെ നടുക്ക് നോക്ക്, ഇതൊക്കെ സൈഡ് വാളല്ലേ? അല്ല, ഏതാണ്ട് എല്ലാത്തിന്റെ രീതി ഇങ്ങനെയാ, എല്ലാം ഇങ്ങനെയാണ്. കാരണം ഇതിൽ ചേർക്കേണ്ട സിമന്റ്, ഇതിൽ ചേർക്കേണ്ട മണല്, ഇതൊന്നും കൃത്യമായി ചേർക്കാൻ ഈ പണം കൊടുത്താൽ കഴിയോ? കഴിയൂല. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ തന്നെ വളരെ വ്യക്തമായി കിടക്കുകയാണ്. എല്ലാ ഈ സൈഡിൽ വെക്കേണ്ട സാധനങ്ങൾ ഇവിടെ വാർത്തിട്ടുണ്ട്. ഒറ്റയൊന്നിനും ആവശ്യത്തിന് സൈഡൊക്കെ എന്തുകൊണ്ടാണ് പൊളിഞ്ഞു പോണത്? നടുക്കെന്തുകൊണ്ടാണ് വീട്ടിൽ കയറി പോണത്? ഇതിൽ ആവശ്യത്തിന് മണലും സിമെന്റും ഇല്ലാത്തതുകൊണ്ടാണ്. കമ്പി ഉണ്ടോ നമ്മൾ തപ്പി നോക്കേണ്ടി വരും മിക്കവാറും. ഒന്ന് രണ്ടവിടെ കാണുന്നത്. അപ്പൊ ഇതാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള റോഡുകളുടെ നിർമ്മാണത്തിന്റെ ഒരു സൂചനയാണ്. ഇതിനൊക്കെ എതിരായി അതിശക്തമായ പ്രതിഷേധങ്ങൾ നമ്മുടെ രാജ്യത്ത് ആരംഭിക്കേണ്ടതുണ്ട്. ജനങ്ങളോട് പറയുന്നത് അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ജനങ്ങളോട് തുറന്നു പറയേണ്ടതുണ്ട്. ഇവരുടെ പൊയ്മുഖം തുറന്നു കാണിക്കാൻ ഇതുപോലുള്ള നിരവധി പരിപാടികളുമായി നമുക്ക് മുന്നോട്ട് വരേണ്ടതുണ്ട്. തീർച്ചയായും ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകളെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഈ കാലത്ത് ഇതിനെതിരായി പയ്യോളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ വലിയ ഉപവാസ സമരം തീർച്ചയായും ഒരു മാതൃകാപരമായ സമരമാണ്. ഈ സമരങ്ങൾ ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഉജ്ജ്വലമായി സംഘടിപ്പിച്ച ഈ സമരത്തെ ശ്രീ വിനോദിനെ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹപ്രവർത്തകരെ ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട്, അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എന്റെ എല്ലാ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സഹന സമരത്തെ, ഉപവാസ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ശ്രീ രാജേഷ് കേരൂരിനെ ആദരവ് ക്ഷണിക്കുന്നു. നാഷണൽ ഹൈവേ കൂടെ ഒരു യാത്ര നടത്തുകയും ഏകദേശം 257
വലിയ കുഴികൾ കണ്ടെത്തി. അതിന് എത്രയോ ചെറിയ കുഴികൾ വരെ 257ഓളം ചെറിയ കുഴികൾ കണ്ടെത്തിയ ഒരു ന്യൂസ് കഴിഞ്ഞ ദിവസം മലയാള മനോരമ പുറത്തുവിടുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റോഡുകളുടെ സ്ഥിതി ഇങ്ങനെയാണ്. എന്നാൽ ഭരിക്കുന്ന സർക്കാരുകൾ ഫോട്ടോ എടുക്കാനും മറ്റു മാത്രമാണ് റോഡ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, യാസിറായാലും മുഖ്യമന്ത്രിയായാലും 2-3 മാസങ്ങൾക്ക് മുന്നിലുള്ള അവരുടെ ഓരോ പോസ്റ്റുകളും ഓരോ റീലുകളും ഈ നാട്ടിലെ റോഡുകളെ പറ്റിയായിരുന്നു. എന്നാൽ റോഡിൽ ഒരു അപകടം സംഭവിച്ചപ്പോൾ, ഒരു റോഡ് ഇടിഞ്ഞു പോയപ്പോൾ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രിയോ പൊതുമരാമത്ത് മുഖ്യമന്ത്രിയോ തയ്യാറാകാത്ത ഓരോ സംസ്ഥാനത്തെയും കാലാവസ്ഥയ്ക്കനുസരിച്ച് റോഡ് നിർമ്മിക്കണമെന്ന പ്രാഥമിക ബുദ്ധി പോലും ഇല്ലാത്ത ജീവനക്കാരാണ് ഈ റോഡ് നിർമ്മിച്ചതിന് തെളിവാണ് നമ്മുടെ പ്രദേശത്തെ റോഡുകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കരാറെടുത്ത കമ്പനി അദാനി കരാറെടുത്ത് അത് മേഘയ്ക്ക് കൊടുത്ത് മേഘയ്ക്ക് വകാലിന് കൊടുത്ത് 2-3 നാളെ കൈമാറിയാണ് ഈ കരാർ ഇപ്പോൾ പ്രാബല്യത്തിൽ. അപ്പോൾ നല്ല രീതിയിൽ റോഡ് നിർമ്മിക്കണമെങ്കിൽ അത് അദാനിക്ക് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ആദ്യത്തെ കരാർ അദാനി നോക്കുകൂടി വാങ്ങുന്നു, വകാലിനോടും മേഘയോടും ഒക്കെ. അപ്പൊ അത് ഗുണനിലവാരം കുറയ്ക്കും എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അതിനെതിരെയൊക്കെ നടപടി സ്വീകരിക്കേണ്ട ഒരു സർക്കാർ അത് സ്വീകരിക്കാതെ ജനങ്ങളെ കൊള്ളയടിക്കും. എങ്ങനെയെങ്കിലും പണി തീർത്ത് തങ്ങളുടെ ഭരണകാലത്ത് നാഷണൽ ഹൈവേ പണി പൂർത്തിയായി എന്ന് പറയാൻ അല്ലാതെ അതിലൊരു ആത്മാർത്ഥയുമില്ല എന്നാണ് ഓരോ ദിവസവും റോഡ് പൊളിഞ്ഞു വീഴുന്നത്. നമുക്ക് നമ്മുടെ പ്രദേശമായ കുഞ്ഞോറമലയിലായാലും പയ്യോടിയിലായാലും കുഞ്ഞോറമലയിലൊക്കെ വലിയ മല തുറന്നെടുത്ത് സോയിൽ വർക്ക് നടത്തി എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും പുല്ലിടിയുകയാണ്. അപ്പൊ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ നിർമ്മിക്കുന്ന റോഡുകൾ ഒരിക്കലും കേരളത്തിൽ നിലനിൽക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം റോഡ് പണിക്ക് മുൻകൈയെടുക്കുന്ന ഈ സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരാണ് പയ്യോളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരം ഒരു സമരം സംഘടിപ്പിച്ചത്. ഈ സമരം സംഘടിപ്പിച്ച പയ്യോളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും രാവിലെ മുതൽ ഇവിടെ ഇരിക്കുന്ന പയ്യോളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സമരം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി യൂത്തിന്റെ ഊർജ്ജസ്വനായ യുവജന പ്രസിഡന്റ് ശ്രീ തൻഹീർ കൊല്ലം. ഏകദേശം കഴിഞ്ഞ 2 വർഷക്കാലമായി പ്രത്യേകിച്ച് കൊയിലാണ്ടി നിയോജകനാട് ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂരാട് മുതൽ കോലപ്പുഴ വരെയുള്ള സർവ മേഖലകളിൽ വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തി തീർക്കുന്നതുമായ ഒരു കാര്യവും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ അനാസ്ഥ ഈ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദീർഘവീക്ഷണവുമില്ലാത്ത രീതി നേരത്തെ പല നേതാക്കന്മാരും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അദാനിക്ക് കരാറ് കൊടുക്കുകയും അത് ഉപകരാറ് നൽകുകയും ചെയ്തതോടുകൂടി ഈ ഹൈവേ നിർമ്മാണത്തിന്റെ വേഗത കുറയുകയും അതിൽ ഒരുപാട് അഴിമതികളുടെ ഒരു വലിയ കൂടാരമായി ഈ ഹൈവേ നിർമ്മാണം മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം പയ്യോടിയിലും കുഞ്ഞോറമലയിലും അണേലയിലും വെള്ളത്തും അങ്ങനെ സർവ മേഖലകളിലും അപകടങ്ങളും അപകട മരണങ്ങളും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിലെ അപാകതകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്കപ്പുറം മലപ്പുറത്തെ കുരിയാട് നമ്മളൊക്കെ കൃത്യമായി ഓർക്കുന്ന ആ വലിയ ദുരന്തം നടന്നത്. അതിനുശേഷമാണ് ഇത് വലിയ രീതിയിലേക്ക് ചർച്ച കൊണ്ടുവരുവാൻ സാധിച്ചത്. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മരുമകനും മന്ത്രി റിയാസും ഒരു വലിയ റീലെടുത്തുകൊണ്ട് ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നുപോകുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരം രീതിയിൽ കടന്നുപോയ ആളുകൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പാലം
തകർന്നു വീഴുന്ന ഒരു അവസ്ഥയുണ്ടായപ്പോൾ ഇത് ഞങ്ങളുടെ പദ്ധതിയില്ല എന്ന് പറഞ്ഞ് കേരളത്തിനെയും ഭരിച്ചാരുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ വളരെ കൃത്യതയോടുകൂടി പറയുകയാണ്, ഇവർ രണ്ടുപേരും കൂടി കേരളത്തിലെ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സാധാരണക്കാരുടെ പണം കട്ടുമുടിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു കാര്യം വളരെ ഗൗരവത്തോടു കൂടി ഞങ്ങൾ പറയുകയാണ്, കേരളത്തിലെ ജനങ്ങളെ ജീവന ഭീഷണിയാകുന്ന രീതിയിലുള്ള ഈ ഹൈവേ നിർമ്മാണത്തിന് വളരെ പെട്ടെന്നൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് കൂടി നമ്മൾ കൃത്യതയോടുകൂടി ഒന്ന് പയ്യോളിയിൽ നിന്നും കൊയിലാണ്ടി എത്തുവാനും അതോടൊപ്പം തന്നെ തിരിച്ചിങ്ങോട്ട് വരാനുള്ള യാത്രാ സമയം എന്ന് പറയുന്നത് മണിക്കൂറുകളാണ്. ഈ പ്രദേശത്ത് കൂടി ഇപ്പോൾ കടന്നു പോകുന്ന വാഹനങ്ങളുടെ വർക്കിന് വേണ്ടി ഈ റോഡിലൂടെ കടന്നു പോയിക്കൊണ്ട് വാഹനങ്ങൾക്ക് നിരന്തരം ഓരോരോ കുഴപ്പങ്ങൾ സംഭവിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ വടകര താലൂക്കിലെ സ്വകാര്യ ബസ് സമരമായിരുന്നു, അതിന് തൊട്ടു മുന്നേ കൊയിലാണ്ടി താലൂക്കിലെ ബസ് സമരങ്ങൾ നമ്മൾ കടന്നുപോയി. അത്തരം രീതിയിൽ സമരത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി, ഈ പ്രശ്നങ്ങളിൽ ഒന്ന് ഇടപെടുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ MLA-യോ അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോ കടന്നു വന്ന ഒരു കാഴ്ച പോലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് കുഞ്ഞോളമലയിലെ പ്രശ്നം. ഉത്തരേന്ത്യൻ ശൈലിയിൽ ഒരു വലിയ കുന്നടിച്ചുകൊണ്ട് അതിന്റെ സൈഡിൽ കമ്പികൾ അടിച്ച് അതിനു ചുറ്റും സിമന്റ് തേച്ചുകൊണ്ട് ആ കുന്നിനെ നിലനിർത്താമെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ കുന്നിടിഞ്ഞൊഴുകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരം രീതിയിൽ സർവ മേഖലകളിലും അഴിമതിയുമായി മുന്നോട്ട് കടന്നു പോകുന്ന ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ ഈ പ്രദേശത്തെ സാധാരണക്കാരുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരെ തോളോട് ചേർന്ന് നിർത്തിക്കൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് ഇത്തരം രീതിയിലുള്ള ഒരു സമരത്തിന് നേതൃത്വം നൽകിയ പയ്യോളിയിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളുടെ ദുരിതത്തിൽപ്പെട്ട് കഴിയുന്ന ഒരു ജനസമൂഹത്തിന് വേണ്ടി പയ്യോളിയിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അമരക്കാരൻ KT വിനോദിന്റെ നേതൃത്വത്തിലുള്ള ഒരു ദിവസത്തെ ഈ ഉപവാസ സമരം ഇവിടെ സമാപിക്കാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ K പ്രവീൺ കുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വളരെ ദുരിതം പിടിച്ച ഒരു യാത്രയുടെ ഒരു ഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കഴിഞ്ഞു പോകുന്നത്. ദേശീയപാത ദുരന്തവുമാകുമ്പോൾ റീൽസ് കൊണ്ട് തിളങ്ങി നിൽക്കുന്ന ഒരു മന്ത്രിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റോഡ് തകരുമ്പോൾ ഞങ്ങളല്ല എന്ന് പറയുന്ന നമ്മുടെ ഈ മന്ത്രി, റോഡ് നന്നായപ്പോൾ ഞങ്ങളായിരുന്നു ഇതിന്റെ തന്തവൈബ് എന്ന് എല്ലാ ചാനലുകളിലൂടെയും പറഞ്ഞ നമ്മുടെ കുഴിമന്ത്രി ഇന്ന് എവിടെ പോയി എന്ന് നോക്കിയാൽ കാണാത്ത അത്ര ദൂരത്താണുള്ളത്. ഒരു റോഡിനെ ഇത്ര ദുരിതത്തിലാക്കിയ ഒരു കാലഘട്ടം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇത്രയും പ്രയാസം സൃഷ്ടിക്കുന്ന സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വന്ന പയ്യോളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ പയ്യോളി മണ്ഡല INDSക്ക് വേണ്ടി അഭിനന്ദിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ ഉപവാസ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നല്ല രീതിയിൽ വിജയിപ്പിച്ചിരിക്കുന്ന വിനോദേട്ടനെ ഞാൻ പ്രത്യേകം ആശംസ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ റോഡിന്റെ അശാസ്ത്രീയമായ വർക്ക്
വളരെ ബുദ്ധിമുട്ടാണ്. കൂടുതലും സാധാരണക്കാർക്കാണ് ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് വരെ പോവുകയാണെങ്കിൽ മിനിമം ഒരു 2 മണിക്കൂർ എടുക്കേണ്ട അവസ്ഥയാണ്. നമ്മൾ ഈ ആംബുലൻസിന്റെയും ഇതിന്റെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ ദയനീയമാണ്. വളരെ വലിയ കുഴികളും അത് നേട്ടാനുള്ള ഒരു പരിഗണന പോലും കമ്പനി ഏറ്റെടുക്കാത്ത രീതിയിൽ സാധാരണക്കാർ കുഴികള് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാനും പയ്യനുള്ള കുഴികള് പരിക്കുണ്ട്. ആരും അറിയിട്ടാണ് കാലിന്റെ മുട്ടും കൈ വേണ്ട ഒരുവിധം പഞ്ചറായിട്ട് ഇപ്പൊ 3-4 ദിവസമായിട്ട് വീട്ടിൽ തന്നെയായിരുന്നു. പണ്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോ പൊതുവെ ഈ ഒരു പ്രതിഷേധം വലിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വരുന്ന ആളുകളിൽ യൂത്ത് കോൺഗ്രസിന്റെയും സമരം ഉണ്ടാകുമെന്ന് ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. പുതിയ ചരിത്രത്തിന് തിരികൊളുത്തിയ ഇന്ത്യയിൽ തന്നെ ഇതുപോലെ ഒരു കോൺഗ്രസ് ഭവൻ നിർമ്മിച്ചെടുത്ത് അതിന്റെ ഉദ്ഘാടനം 1 വർഷത്തോളം നടത്തിയ നമുക്കേറെ ഏതൊരു കോൺഗ്രസ്സുകാരൻ, കോഴിക്കോട് ജില്ലയിലെ ഏതൊരു കോൺഗ്രസ്സുകാരനും അഭിമാനത്തോടെ, അതിലേറെ ആഹ്ലാദത്തോടെ, സന്തോഷത്തോടു കൂടി നമ്മുടെ 2ാം വീടായ നമ്മുടെ കോഴിക്കോട് ഹൃദയഭാഗത്ത് നിലനിൽക്കുന്ന നമ്മുടെ ഓഫീസ് ലീഡർ ഭവനം, ആ ഭവനത്തിന് അത് രൂപീകരിച്ചെടുക്കാൻ അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തി അത് പൂർണ്ണതയിലെത്തിച്ച കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് പുതിയ ദിശാബോധം ഉണ്ടാക്കിയ വളരെ ചടുലതയോട് കൃത്യതയോടുകൂടി ഊണും ഉറക്കമില്ലാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പാടുപെടുന്ന ഏറെ ബഹുമാനും ആദരണീയനുമായ കോഴിക്കോട് ജില്ലയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഈ സമാപന സമ്മേളനം, ഈ ഉപവാസ സമരത്തിന് സമാപനം കുറിക്കുക. ഇത് സമാപന സമ്മേളനമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവാത്ത കാര്യം, ഈ റോഡ് നമ്മുടെ രാജ്യത്ത് എത്രയോ കാലം മുമ്പ് വന്നത് വികസന പരിപാടിയാണ്. റോഡാണ് ഒരു നാട്ടിൽ വന്ന ആദ്യത്തെ വികസനം. ഈജിപ്തിലും റോമിലൊക്കെ 2000-ലേറെ വർഷങ്ങൾ പഴക്കമുള്ള റോഡുകൾ ഇപ്പോഴും തകരാതെ നിൽക്കുന്നു. അഫ്ഗാനിസ്ഥാൻ മുതൽ ബംഗ്ലാദേശ് വരെ ഇന്ത്യയും പാകിസ്ഥാനും വഴിയും പോകുന്ന റോഡ് ചന്ദ്രഗുപ്ത മൗര്യ 4-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. അത് 16-ാം നൂറ്റാണ്ടിൽ പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആ റോഡ് തകരാതെ കുഴപ്പമില്ലാതെ നിൽക്കുകയാണ്. നമ്മുടെ പാളയത്തുനിന്നും വെല്ലങ്ങാടിന്റെ റോഡ് നിർമ്മിച്ചത് സാമൂതിരി രാജാവാണ്. ആ റോഡിനും ഒരു കുഴപ്പമില്ല. പക്ഷേ നരേന്ദ്രമോദി എന്റേതൊന്നും, പിണറായി വിജയൻ എന്റേതൊന്നും പറയുന്ന ഈ നേച്ചറിനായി ഇങ്ങനെ നിർമ്മിക്കുന്നതിന് മുമ്പ് തകരുന്ന കാഴ്ച ദയനീയമായി നിങ്ങൾ ഞാൻ കാണും. ഇന്നെനിക്കൊരു വാട്സപ്പ് സന്ദേശം കിട്ടി. വടകര മുതൽ കോഴിക്കോട് വരെയുള്ള കുണ്ടുകളുടെയും കുളങ്ങളുടെയൊക്കെ ഉണ്ടാവും. ഇവിടെ ചില റോഡിൽ തോണി ഇറക്കാൻ പറ്റുന്ന അവസ്ഥയാണ് നമ്മുടെ റോഡ്. ചിലയിടങ്ങളിൽ ചെറിയ ചെറിയ കാറുകൾ പോവുകയാണെങ്കിൽ അതിന്റെ ഡോറിന്റെ ഗ്ലാസ് വരെ വെള്ളം കാണും. ഇങ്ങനൊരു ദുരിതപൂർണമായ അവസ്ഥ. ദേശീയപാതയ്ക്ക് കോൺഗ്രസിനെതിരാണ്, വികസനത്തിനെതിരാണെന്നൊക്കെയാണ് ചിലതിനെ പറ്റി പറയുന്നത്. കോൺഗ്രസ് എപ്പോഴാ വികസനത്തിന്? കോൺഗ്രസ് എന്നും വികസനത്തിന് വേണ്ടി മാത്രം ഒരു പാർട്ടിയാണ്. ഞങ്ങൾ എതിർക്കുന്നത് ദേശീയപാത വികസനത്തെ അല്ല. ഞങ്ങൾ എതിർക്കുന്നത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ, കൊള്ളയിൽ, അതിന്റെ കൃത്രിമങ്ങളിൽ, അതിന്റെ അപാകത. ഈ വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള ദേശീയപാത 1838 കോടിക്കാണ് അദാനിയുടെ കമ്പനി കരാറെടുത്തത്. ആ അദാനിയുടെ കമ്പനി വകാടിന് മറിച്ചു കൊടുക്കുന്നത് 971 കോടി.
അദാനിക്ക് കിട്ടിയത് 900 കോടി നോക്ക് കൂലി കിട്ടിയ പദ്ധതിയാണത്. പിന്നെ ആ റോഡിന് കുണ്ടും കുളം ഉണ്ടാക്കിയില്ലെങ്കിൽ അതിലുള്ളൂ. സന്തോഷ് സിക്കോടി ഇവിടെ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഈ സർവീസ് റോഡിലും നിർമ്മാണം നടക്കുന്നിടത്തും കുണ്ടും കുളമൊക്കെ ഉണ്ടായതിനു വേണമെങ്കിൽ അത് പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായെന്ന് പറയാം. പക്ഷെ നിർമ്മിക്കപ്പെട്ട റോഡ് തകർന്നു പോയത് എത്ര ഇടങ്ങളാണ്. ഈ പയ്യോടിയില് ഞാനിന്നിവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളൊന്ന് മലപ്പുറത്തെ കുരിയാടേക്ക് പോകണം. ഞാൻ പോയി കണ്ടതാണ്. ബോബറുടെ KC വേണുഗോപാലും കൂടെ നിർമ്മിച്ച റോഡുകൾ അങ്ങനെ കുത്തരടിഞ്ഞു പോയിരിക്കുകയാണ്. ഇവിടെ അഴിയൂരിൽ വിള്ളൽ, പുതുപ്പണത്ത് വിള്ളൽ, തിരുവങ്ങൂരിൽ വിള്ളൽ, വെങ്ങളത്ത് വിള്ളൽ. നിർമ്മിക്കപ്പെട്ട റോഡുകളിൽ എങ്ങനെയാണ് ഒരു മഴ കൊണ്ട് വിള്ളലുണ്ടാവുന്നത്? മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഒരു ദിവസം എഴുതിയ വാചകം, ആ എഡിറ്റോറിയലിന്റെ അവസാനത്തെ വാചകം ഇങ്ങനെയായിരുന്നു: ഒരു മഴ പെയ്താൽ തകർന്നു പോകുന്ന റോഡിലൂടെ എങ്ങനെയാണ് നമ്മൾ പുതിയ കാലത്തിലേക്ക് യാത്ര ചെയ്യുന്നത്? ആ വരികൾ എത്ര പ്രസക്തമാണ്. ഒരു മഴ കൊണ്ട് തകരുന്ന റോഡിലൂടെ എങ്ങനെയാണ് പുതുതലമുറ യാത്ര ചെയ്യുക? ഇതിനൊരു അവസാനമല്ല. മാത്രമല്ല, ഇപ്പം കോഴിക്കോട് നിന്ന് വടകരയ്ക്ക് എത്തണമെങ്കിൽ 3.5 മണിക്കൂറാണ്. 3.5 മണിക്കൂർ. സന്തോഷം, ഞാനിന്ന് 2 മണിക്ക് പത്രസമ്മേളനത്തിൽ 2:45 ഇറങ്ങിയതാണ്. ഞാനിന്നൊരു കീഴരൂര് വഴി ഒരു വഴി അറിയുന്ന ഒരാളായിരുന്നു. കൊടിയാടി വഴിയെല്ലാം വന്നിട്ടാണ് ഇപ്പൊ കോഴിക്കോട് ടു കൊയിലാണ്ടിക്ക് സമയം 1.25 മണിക്കൂർ. എപ്പോഴായി ദുരിതം അവസാനിക്കുക? ഇവിടെ വിനോദ നേതൃത്വത്തിൽ പദയാത്ര നടന്നിരുന്നു. നിരവധിയായ പ്രതിഷേധം നടക്കുന്നു. ആരോട് പ്രതിഷേധിക്കാൻ? ആര് നോക്കാൻ? എന്റെ ചോദ്യം, ഇവിടെ 2 ഭരണക്കാരുണ്ടല്ലോ, കേന്ദ്രവും കേരളവും ഭരിക്കുന്നത്. എന്തേ ഈ ദുരിതത്തിൽ ശബ്ദിക്കാൻ അവർ മുന്നോട്ട് വരാത്തത്? കോൺഗ്രസിന്റെ അകത്ത് ഏതെങ്കിലും നേതാവ് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അതിനെതിരെ വാദോരാതെ ആചാരരായി വരുന്ന CPM എവിടെ, BJP എവിടെ? അവരെ കാണാനില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നും ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറെ പേടിയാണ്. ബഹിരാകാശത്തേക്കുള്ള യാത്രയ്ക്ക് ഇത്ര പേടി വേണ്ട. കടലിന് നടുക്കൂടുള്ള യാത്രയ്ക്കും ഇത്ര പേടി വേണ്ട. എവറസ്റ്റ് കീഴടക്കുന്ന യാത്രയ്ക്ക് ഇത്ര പേടി വേണ്ട. പക്ഷെ എന്താ സംഭവിക്കുന്നത്? എന്തെല്ലാം പേടിക്കണം? എപ്പോഴാണ് നമ്മളെ വാഹനം കുഴിയിലാവുക? എപ്പോഴാണ് നമ്മളെ വാഹനം നിന്നു പോവുക? എപ്പോഴാണ് സഞ്ചരിക്കുന്ന റോഡ് തകർന്നു വീഴുക? ഈ ആശങ്കയിലെന്താ? ഇതെന്തൊരു ദുരിതമാണിത്? ഇതെപ്പോഴാണ് അവസാനിക്കുക? കേരളത്തിൽ, ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളുണ്ടായില്ലേ രാജ്യത്തെ? എന്താ അവിടെയൊന്നും തകർച്ചയില്ലാത്തത്? ഇവിടെ നടന്ന കൊള്ള കാരണമാണ് ഈ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം. 2 നിർമ്മാണത്തിലെ അപാകത. അപ്പൊ നമുക്കറിയാം, ഈ സർക്കാർ വന്നതിന് ശേഷം എത്ര പാലങ്ങളാ തകർന്നു വീണത്? എത്ര കെട്ടിടങ്ങളാ തകർന്നു വീണത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നടക്കുന്ന കാഷ്വാലിറ്റിയിൽ തീപിടുത്തമുണ്ടായപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ ഏറ്റവും തടസ്സമായിരുന്നത് ആ നിർമ്മാണത്തിലെ അപാകതയായിരുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും നരേന്ദ്രമോദിയുടെ കാലത്തും എന്ത് നിർമ്മിച്ചിട്ടോ അതെല്ലാം. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഈ സമരം ഞങ്ങൾ അവസാനിക്കുന്ന സമരമല്ല. ഈ ജനങ്ങളുടെ ദുരിതത്തിന്, യാത്രക്കാരുടെ ദുരിതത്തിന്, നാടിന്റെ ദുരിതത്തിന് അന്തിമ പരിഹാരം കാണുന്നതുവരെ വിശ്രമമില്ലാത്ത സമരത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. അതിന് തുടക്കമാണ് പ്രിയ സഹോദരൻ വിനോദ നേതൃത്വം നടത്തിയ ഈ ഉപവാസ സമരം. നമ്മൾ ഉപവാസം നടത്തുന്നു. ഇപ്പൊ കഷ്ടകാലത്തിൽ നമ്മളെങ്ങാനും ഭരിക്കുന്നെങ്കിൽ എന്താ ചെയ്തിട്ടുണ്ടാവുക? എല്ലാവരും ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ കാർ എടുത്തു കൊടുത്തിട്ടുണ്ടാവും, അല്ലെ? റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, റോഡ് സ്തംഭിപ്പിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ അത്തരം സമരത്തിന് മുതിരാത്തത് ഞങ്ങളുടെ പാർട്ടിയുടെ പേര് CPIM എന്ന് അല്ല എന്നുള്ളത് കൊണ്ടാണ് എന്ന് അവർ കരുതിയാൽ മാത്രമല്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ KPCC പ്രസിഡന്റ് പങ്കെടുത്ത സമരം ഞങ്ങൾ നടത്തി. ഞങ്ങൾ കഴിഞ്ഞ വർഷം നാഷണൽ അതോറിറ്റിയുടെ എഞ്ചിനീയറെ കാണാൻ പോയി. ഞാൻ അതുകൊണ്ട് അവസാനിപ്പിക്കാം. അതിലാണ് ഏറ്റവും ബഹുരസം. നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും കരാറുകാരൻ ജോലിയെടുത്താൽ
ആ കരാറുകാരന്റെ മുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടാവും PWD ഉദ്യോഗസ്ഥർക്ക്. എന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ സംസാരപൂർവ്വം മനസ്സിലായത് ആ ഉദ്യോഗസ്ഥരൊക്കെ അദാനിന്റെ മകാടി കമ്പനിയുടെ താപിയാണ്. പിന്നെ ആരോട് പറയാൻ? ഞങ്ങൾ ഒന്ന് പറയുന്നു, ഇത് തീക്കളിയാണ്. ഇനി വലിയ മഴ വരാൻ പോകുന്നുള്ളൂ. കാലാവസ്ഥ ഒന്നും പപ്പട്ട ഇപ്പം പ്രവചിക്കാനാവൂല. പ്രവചനാതീതമാണ് കാലാവസ്ഥ. ഇപ്പം ആഗസ്റ്റ് 18 മുമ്പ് പ്രളയം വന്നത്. പ്രാർത്ഥിക്കാമൊന്നും വരാതിരിക്കട്ടെ. ഒരു പേമാരി കൂടി വന്നാൽ കേരളത്തിലെ ദേശീയപാത സങ്കടക്കടലായി മാറും. ആ സങ്കടക്കടലാവുന്ന സാഹചര്യം ആവാതിരിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനിയെങ്കിലും ഇതിന്റെ അധികൃതർ കണ്ണു തുറക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അവരെ കണ്ണു തുറപ്പിക്കും വരെയുള്ള സമരത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് മാത്രം പറഞ്ഞു ഈ സമരം സംഘടിപ്പിച്ച വിനോദിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ജില്ലയിലെ കോൺഗ്രസിന്റെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ഞാൻ ഈ ഷാള് ഈ ബ്ലോക്ക് പ്രസിഡന്റ് അണിയിച്ച് നാരങ്ങ നീര് കൊടുത്തുകൊണ്ട് സമരം അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു മിനിറ്റേ ബാക്കിയുള്ളൂ. സമയത്ത് കൃത്യത പാലിക്കണമെന്ന നിർബന്ധം കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. സമരം ഗാന്ധി സമരം എന്ന കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടിപ്പിച്ച